ഇങ്ങോട്ട് തരൂ, ഞാൻ അരിയാം. വേണ്ട, ഞാൻ ചെയ്തോളാം. തരൂ അച്ഛാ. ആ നീ കൈ മുറിക്കും. ഒന്നുമില്ല. ഗുളിക കഴിച്ചായിരുന്നോ? രാത്രിയെ കഴിക്കണ്ടേ, ഇന്നലെ കഴിച്ചു. അച്ഛാ, ഞങ്ങളുടെ മുറിയുടെ മച്ചടിച്ചു വരാൻ ഒരാളെ വിളിക്കണം. അതിനെന്തിനാ ഒരാള്? നമുക്ക് തന്നെ ആയിക്കൂടെ? അയ്യോ വേണ്ട, അവിടെ നിറച്ച് പാറ്റയാ, വലുത് വലുത്. ഞങ്ങളുടെ അവിടെ ഒരൊറ്റ പാറ്റയില്ല. എനിക്ക് പേടിയാ പാറ്റയെ. നിനക്ക് പേടിയില്ലാത്ത എന്താ ഉള്ളത്? ഉണ്ടല്ലോ അച്ഛൻ. അമ്മൂന് ഇതൊക്കെ അറിയുവോ? കൊറേശ്ശെ. അവിടെ വെള്ളച്ചി ഇതൊക്കെ ചെയ്യാ, അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ. അടിച്ചു വാരാത്തോണ്ടാ ഇവിടെയൊക്കെ ഇത്ര പൊടി. ഇന്ന് രാവിലെ ഞാൻ തുമ്മി തോറ്റു. പൊടി തട്ടിയാ അപ്പ തുമ്മല് വരും. എന്തോ അലർജിയാ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. അച്ഛാ, കുറച്ചു ദിവസം ഞാൻ ഞങ്ങളുടെ അവിടെ പോയി നിന്നോട്ടെ. നിങ്ങളുടെ എവിടെയോ? ഇത് പിന്നെ ആരുടെയാ? അതല്ല, അവിടെ വല്യമ്മയും വെള്ളേച്ചിയും കുട്ടിമാമയും നന്ദിനിയൊക്കെ കാണാതെ എനിക്ക് എന്തോ പോലെ. അമ്മൂന് ഇവിടെ തീരെ പിടിക്കണ്ടാവില്ല അല്ലേ? ഉള്ള സൗകര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയാണ് വേണ്ടത്. തുടക്കത്തിൽ ഇത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോ ഇനി എനിക്ക് ഞങ്ങളുടെ അവിടേക്ക് പോകാനേ പറ്റില്ല? എപ്പോ വേണേലും പോകാലോ. അച്ഛാ, എന്നെ ഞങ്ങൾ കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ? നിന്നോളൂ, എനിക്ക് ഒരു വിരോധമില്ല. വേണോട്ടിന് വിരോധം ഉണ്ടാവും. സമ്മതിക്കില്ല. അല്ല, എനിക്ക് സമ്മതമല്ല. അച്ഛനോട് ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ എനിക്ക് സമ്മതമല്ല. അതോട്ട് എന്നോട് പറയാൻ വേണ്ട. എന്റെ കാര്യമൊക്കെ നോക്കാൻ എനിക്കിപ്പോ ശേഷിയുണ്ട്. അതില്ലാതാവുമ്പോ മതിയല്ലോ. അച്ഛനൊന്നും പറയണ്ട. ഭാര്യയോട് താമസിക്കാൻ എന്നെ കിട്ടൊന്നുമില്ല. അങ്ങോട്ട് പോകാൻ തിടുക്കുള്ളത് ആർക്കാന്ന് വെച്ചാൽ പോവാം. ഇങ്ങനെ ദുരഭിമാനവും വെച്ച് നടക്കേണ്ട കാര്യമില്ല. അമ്മുവിന്റെ മനസമാധാനത്തിന് വേണ്ടി നിനക്കിതിൽ ക്ഷമിച്ചാലെന്താ, സഹിച്ചാലെന്താ? എന്തൊക്കെ സഹിക്കണം ഞാൻ? ഇനി എന്തൊക്കെ സഹിക്കണം? ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല മോനെ. അമ്മുവിന് ടെൻഷൻ കൊടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ പറയണത് കേക്ക് വേണു. നിങ്ങൾ കുറച്ചു ദിവസം അവിടെ പോയി താമസിക്കും. എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തൊന്നും അല്ലല്ലോ. എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നു പോവാലോ. അവിടെ പോയി താമസിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെനിക്കറിയാം, നീ അത് പറയുകയും ചെയ്തു. പക്ഷേ ഇഷ്ടമില്ലാത്ത എത്ര കാര്യങ്ങൾ ദിവസവും നമ്മൾ ചെയ്യുന്നു. ഇതിപ്പോ ഒരു ഗുണത്തിനല്ലേ ഒന്നും അല്ലെങ്കിലും. അല്ല, അവരിതുവരെ എത്തിയില്ലേ ഗൗരി? രാവിലെ പുറപ്പെട്ടപ്പോ എത്ര സമയം കഴിഞ്ഞല്ലോ? നല്ല നീലമാമ്പഴ അകത്ത് വെച്ചോളാം. അരങ്ങത്ത് വരുന്നതിന് മുമ്പുള്ള അരങ്ങേറ്റക്കാരന്റെ അവസ്ഥയാണല്ലോ ഇത്. എല്ലാം മറന്നോ? അമ്മൂന് നീലമാങ്ങ ഇഷ്ടാണെന്ന് പറഞ്ഞ് അന്തരം ഇന്നലെ എന്നെ കൊണ്ട് മേടിപ്പിച്ചില്ലേ 2 കിലോ? ഞാനത് മറന്നു. അനിയത്തി വരുമെന്ന് കേട്ടപ്പോ ചേട്ടന്റെ ഒരു വെപ്രാളം. വല്യമ്മേ, എന്തൊക്കെയാ കറികള്? എല്ലാം ഉണ്ട്. വന്നു കയറുമ്പോ ഇനി അതിനകത്തൊരു വഴക്കുണ്ടാക്കണ്ട. കായ്പക്ക കൊണ്ടാട്ടുണ്ടാക്കിയിട്ട് പിന്നെ വെള്ളരിക്കൊണ്ട് ഒരു പുളിശ്ശേരി. പായസം പാലട തന്നെ മതി. അതിന്റെ പിന്നെ അവൾക്കൊന്നും വേണ്ടല്ലോ. അതൊന്നും കുഞ്ഞു പ്രത്യേകം പറയണമെന്നില്ല. എനിക്ക് വല്യമ്മക്കെല്ലാം മനപ്പാടാ. ആ ഗൗരി, അമ്മൂന്റെ മുറി ഒന്ന് ശ്രദ്ധിച്ചോളൂ. കട്ടിലിൽ വെളുത്ത വരി വിരിച്ചാൽ മതി. അവളുടെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലാന്ന് വേണ്ട. ആ അത് ചോദിച്ചല്ലോ. വേണുവിന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങൾ വല്ലതും ഉണ്ടോ? അമ്മൂന്റെ കാര്യത്തിനടക്കം അവന്റെ കാര്യങ്ങളൊക്കെ മറന്നു. എല്ലാ കൂട്ടത്തിലും കൂടുന്ന സ്വഭാവം അവന്റെ. പ്രത്യേകിച്ച് ഇല്ല, അങ്ങനെയൊന്നും. ആ അങ്ങനെ ആൺകുട്ടികൾ. ആ എല്ലാരും കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ അല്ലേ? വന്ന് നിനക്കൊരു സാധനമായി വെച്ചിട്ടുണ്ട്. വാ, ഇങ്ങോട്ടാ, ഞാൻ അകത്തോണ്ടേ വെക്കാം. പെറ്റൂല്ലേ വിളിച്ച്? ഞാനൊന്ന് പോയി നോക്കട്ടെ. വേണ്ട, നീ വെയിലത്ത് തൊടിയിലേക്കൊന്നും ഇറങ്ങണ്ട. അതിന് ഞാനൊന്ന് കാണട്ടെ നന്ദാ. പൈക്കുട്ടിയെ മൂരിക്കുട്ടിയെ വിളിച്ചേ. പൈക്കുട്ടിയെ മോളെ, അതിനും പുള്ളിയുണ്ട്. നീ വന്ന കാലം അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടക്കണ്ട. വാ, അകത്തേക്ക് വാ. ഈ വല്യമ്മ ഒന്നിനും സമ്മതിക്കില്ല. എത്തിയില്ലേ? എന്താ അങ്ങനെ വന്ന കാലം നിക്കണേ? ദക്ഷയാഗത്തിന് ചെന്ന് നന്ദികേശ്വരനെ പോലെ ഇരിക്ക. ഇവനത് ഭവിക്കണം, ഇന്ന കാലം വരണമെന്നൊക്കെ നമ്മളെ ചില ആണുങ്ങളുടെ മണ്ടയിൽ പണ്ടേ എഴുതി വെച്ചിട്ടേ. മാറ്റാമായോ അത്? ഭാര്യാഗ്രഹേ പരമസുഖം 10 ദിവസം എന്നാണല്ലോ. അനുഭവിച്ചാണ് ഞാനും. എന്താ അങ്ങനെ നിക്കണേ? ഇരിക്ക. ആഹാ, നീ ഇവിടെ തന്നെ നിക്ക. വാ, ഇതാണ് നിങ്ങൾക്കുള്ള മുറി. എന്തായാലും അധിക ദിവസം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടായിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, ഒട്ടും ഇഷ്ടായിട്ടില്ല. പിന്നെ ഓരോ വേഷം കിട്ടുമ്പോ അതിനനുസരിച്ച് ആടണമല്ലോ. വേണം. ജീവിതത്തിൽ ചിലതൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് വേണുവിനറിയാലോ. എല്ലാരും പറയണത് ഇത് തന്നെയാ. സഹിക്കുക, ക്ഷമിക്കുക. എത്രത്തോളം ആണായി അഭിമാനത്തോടെ ജീവിക്കണം നേരമല്ലേ മുമ്പ് ഗൗരിയടുത്തി പറഞ്ഞിരുന്നത്? ഇപ്പൊ അത് തന്നെയാണ് പറയുന്നത് ഗൗരിയടുത്തി. നീ വേണ്ടത്ര ശ്രദ്ധിക്കാത്തോണ്ടാ
അമ്മൂന് വീണ്ടും അസുഖം വന്നെന്ന നന്ദേട്ടൻ പറയണേ. ശരി, അതിന്റെ കുറ്റം എനിക്കിരിക്കട്ടെ. എല്ലാ കുറ്റം കെട്ടിവെക്കാൻ ഇവിടെ ഒരു ശിരസുണ്ടല്ലോ. അന്ന് ഉച്ചയ്ക്ക് അവൾ എന്തൊക്കെയാ വീട്ടിൽ കിടന്ന് കാട്ടിക്കുട്ടിയെന്ന് ഗൗരിയടുത്തേക്ക് അറിയോ? വീട്ടിൽ ഒന്നേരം മുഴുവൻ അപമാനിച്ചത്. പോട്ടെ, നമ്മുടെ അച്ഛനും അമ്മയും എന്തൊക്കെയായാലും നിനക്ക് ഇത്തിരി ക്ഷമിക്കായിരുന്നു. അത്രയൊക്കെ ക്ഷമ എനിക്കുള്ളത് വെച്ചോളൂ. ശാപം കിട്ടിയ ജന്മവും ഈ വേണുവിന്റെ. ജനിച്ചപ്പോ തന്നെ അമ്മ പോയി. സ്നേഹിച്ച പെണ്ണ് വേണ്ട. എന്തിനാ അതൊക്കെ ഇപ്പൊ ഇവിടെ പറയണ? ഇപ്പോ നോക്കി വളർത്തി അച്ഛനെ ഒറ്റയ്ക്കാക്കിട്ട് പോന്നിരിക്കുന്നു. ഇനി അങ്ങനെ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടാക്കാൻ പറയോ നിങ്ങളുടെ നന്ദേട്ടൻ? അതിന് യോഗം ഉണ്ടാവും ഈ വേണുവിന്. വിധിയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മള്. വിനയം കൊണ്ട് ഒരു അബദ്ധം ഉണ്ടാവില്ല. ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് അത്ര അപമാനമൊന്നും അല്ല വേണു എന്ന് ഗൗരിയടുത്തേക്ക് തോന്നുന്നു. ഇപ്പൊ തോന്നുന്നു. എല്ലാവർക്കും തന്നെ തോന്നുമായിരിക്കും സ്വന്തം കാര്യം വരുമ്പോ. വേണു, എന്താ നീ പറഞ്ഞത്? സ്വന്തം കാര്യമെന്നോ? ആരുടെ സ്വന്തം കാര്യം? എന്റെയോ? നോക്ക്, എല്ലാം വേണ്ടെന്ന് വെക്കാൻ ഒരുങ്ങിയവളാ ഞാൻ നിനക്ക് വേണ്ടി. വേണോട്ടാ, അത് ശരി, ഇവിടെ നിൽക്കണോ? ഗന്ധർവൻകാവില് വിളക്ക് വെക്കാറായി. ഇന്ന് പൂജയുള്ള ദിവസല്ലേ? ഞാൻ വരുന്നെന്ന് കേട്ടിട്ട് നേരത്തെ എന്നെ എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നു നന്ദൻ. വരൂ വേണോട്ടാ, വരാൻ. തുടങ്ങാറായില്ലേ പരമ? നന്ദൻ പറഞ്ഞല്ലോ തുടങ്ങാറായിന്ന്. വെളിച്ചപ്പാടും കുറുപ്പും വരണം. കൊട്ടാൻ പരമൻ റെഡിയാ. വേണോട്ടാ, ഇതാണ് വെള്ളച്ചി തലണ പരമൻ. ഈ പരമന് ചാരായി മാറ്റി കൊടുക്കുന്ന ഗന്ധർവന്മാരാ. ഈ കമ്മൂട്ടി വെറുതെ പറഞ്ഞതാ. ഞാനൊന്ന് മുങ്ങി കുടിച്ചിട്ട് വരാം. ഞാൻ പറയണല്ല, വെള്ളച്ചി പറയണ. ആ, എന്താടാ ഉണ്ട ക്ലാസ് കുരിഞ്ഞിരിക്കുന്നേ? പിണക്കോ? ഇല്ല. വേണോട്ടാ, ഇതാണ് എന്റെ സാമ്രാജ്യം. ഇനി വേണോട്ടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാ. ഡ്രസ് അലക്ക, ചായ ഉണ്ടാക്കി തരിക, ഷൂ പോളിഷ് ചെയ്യാ ഒക്കെ. അത് നടന്നേനെ. ചായ ഉണ്ടാക്കാൻ കൂടി അമ്മവെച്ചിക്ക് അറിയില്ല. പൊടി, ഞാനതൊക്കെ അവിടുന്ന് പഠിച്ചു. അമ്മവെച്ചേ, വെള്ളം തിളപ്പിച്ചിട്ടാണോ ചായപ്പൊടി ഇടുക, അതോ ചായപ്പൊടി ഇട്ടിട്ടാണോ വെള്ളം തിളപ്പിക്കുക? പൊടി ഇവിടുന്ന്. ആഹാ, വേണോട്ട് കളിയാക്കിച്ചിരിക്കുക. എന്നാ നാളെ മുതൽ കണ്ടോ. ഓ, എങ്ങനെയാ പറയണ്ടെന്നറിയില്ല. പറഞ്ഞാ നീ എന്താ വിചാരിക്കാന്നും അറിയില്ല. എന്നാലും ഒരു ഏട്ടന്റെ സ്ഥാനത്തുനിന്ന് പറയാന്ന് കരുതിയാ മതി. നീ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പണം ഉണ്ടാവില്ല നിന്റെ കയ്യില്. നിന്റെ വകയായിട്ട് അമ്മൂന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഇത് വെച്ചോളൂ. കാശ് എന്റെ കയ്യിലുണ്ട്. നന്ദേട്ടന്റെ കാശ് വാങ്ങിയിട്ടല്ലോ എന്റെ ഒക്കെ സമ്മാനം കൊടുക്കേണ്ടത്. തെറ്റെന്റെ തന്നെ. ചോദിക്കാൻ പാടില്ലായിരുന്നു. വന്നൂല രണ്ട് ഗോപാലന്മാരും. വേണുഗോപാലന്റെ കാര്യം പറയുന്ന ആവ് ഇപ്പൊ വടക്കേ ഉള്ളൂ. മടങ്ങി കിട്ടിയോ? ശശാങ്കൻ സാറിന്റെ നാവ് മടങ്ങി കിട്ടാൻ ഇത്തിരി പ്രയാസാണേ. ഒടിയേ ഉള്ളൂ, വളയില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വേണുഗോപാൽ സാർ ഇങ്ങനെ ഉപായത്തിൽ നടന്നാൻ പറ്റില്ല. എന്താ? ജോലി കിട്ടിയതിന്റെ വക കിട്ടിയിട്ടില്ല. കല്യാണത്തിന് സ്പെഷ്യൽ വക ഇതുവരെ കിട്ടിയിട്ടില്ല. ശമ്പളം വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ ചെലവ്. തനിക്ക് എന്തോടോ പൈസക്ക് വിഷമം? അളിയന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാ പോരെ? അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കാം. വേണുവിന് എത്ര വേണം പറ. ബാങ്കിലിട്ട പോലല്ലേ തനിക്ക് കടം തന്നാലേ. എന്നാ വൈകിക്കണ്ട, ഇന്ന് വൈകുന്നേരം തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഗ്രേറ്റ്. ഇന്ന് ശ്രീമതിയുടെ പിറന്നാൾ കൂടിയാണ്. വൈകുന്നേരം സവേരയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ എന്തിനും റെഡി. ആയിക്കോട്ടെ. ഓക്കെ, എന്നാ പോവാ. രണ്ട് ബലൂണും കൂടി കിട്ടിയ ഞാൻ ഇവിടെ ഉത്സവാക്കും. വെടിക്കെട്ട് വേറി. ആഹാ, അല്ല, എന്താ ഇതൊക്കെ? അമ്മൂന്റെ പിറന്നാളല്ലേ, കുറച്ച് കേമായിക്കോട്ടെന്ന് കരുതി. പിന്നെ കളക്ടർ ടി വിയിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ഫോൺ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വരണ വേണോട്ടാ. ആ, കണ്ണടച്ചു പിടിച്ചു വരണേ. ഞാൻ പറയുമ്പോഴേ തുറക്കാവൂ. അപ്പൊ ഞാൻ വീഴില്ലേ? നീ വീഴൊന്നുമില്ല. ഇങ്ങ് വാ പെണ്ണേ. ആ, വാ വാ വാ. കണ്ണടച്ചു പിടിച്ചു വന്നേ, പറ്റിക്കരുത് തന്നെ. ആ, ഇനി തുറന്നോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കണി കാണല്? ഇതെങ്ങനെയുണ്ട്? ഓ, ഇതോ? ദേ ഇത് കണ്ടോ, നന്ദം വാങ്ങിത്തന്ന. അതിനൊക്കെ നല്ലല്ലേ ഇത്? ഇതിനൊരു നരപ്പുണ്ട്. അയ്യോ, വേണോട്ടിന് വിഷമായോ? സാരല്ല, ഇനി നമുക്ക് വെള്ളച്ചി കൊടുക്കാം. ഞാൻ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പരിഭവം പറഞ്ഞ് നടക്ക വെള്ളച്ചി. വെള്ളച്ചിക്ക് വേണ്ടിട്ടല്ല, തനിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്ന ഞാൻ. നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും നന്ദൻ ഇത് കൊണ്ടുവന്നല്ലോ. ഇനി എന്താ ചെയ്യാ? വരി, നമുക്ക് താഴത്തേക്ക് പോവാം. അവിടെ എല്ലാരും കാത്തു വെക്കാ. താഴത്തേക്കല്ല, നമ്മൾ പുറത്തേക്ക് പോവാണ്. സവേരയിൽ ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോളേജിലെ 3 കൂട്ടുകാരൊക്കെ അവിടെ വരും. സവേരല്ലോ? ആ. അപ്പൊ ഇവിടുത്തെ പാർട്ടിയോ? ഇവിടുത്തെ പാർട്ടി ഇവര് നടത്തും. നീ വന്നേ. നന്ദന്റെ സമ്മതം ഇല്ലാണ്ട് വരാൻ എനിക്ക് പേടിയോ വേണോട്ടാ. അവളുടെ ഒരു പേടി. വേണോട്ടാ. എന്താ ഇനിയും വരാത്തെ? ഇങ്ങോട്ട് വന്നേ. എല്ലാരും അവിടെ കാത്തിരിക്കാ. വാ.
എന്ത് പറ്റി? വേണോട്ട് പറയാ സവേരിയിൽ പാർട്ടി ഉണ്ടെന്ന്. ഇന്നെങ്ങനെയാ പോവാ? ഇന്നോ? അതെങ്ങനെയാ വേണു? ഞാൻ അവരെയൊക്കെ വിളിച്ച് വരുത്തിരിക്കല്ലേ? എന്നോട് വെച്ചിട്ടല്ലോ വിളിച്ചു വരുത്തിയത്. എല്ലാ കൊല്ലവും പതിവുള്ളതാ. രാവിലെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. ആ പരിഭ്രമത്തിനിടയില് എല്ലാ കൊല്ലം പോലെ അല്ലേ കൊല്ലം. അതെന്താ ഈ കൊല്ലം അവളെന്റെ അനിയത്തെ അല്ലാതെ തരുന്നുണ്ടോ? നന്ദേണ്ട അനിയത്തി തന്നെയാ, പക്ഷെ എന്റെ ഭാര്യയും കൂടിയാ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ആവശ്യിക്കാം. ഇവിടെ അവിടെ എന്റെ എല്ലാ കൂട്ടുകാരും കൂടി വെയിറ്റ് ചെയ്യാ. എന്താ വേണത്? ഒരു ഫോൺ കോളിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. നമുക്ക് മറ്റൊരു ദിവസം നടത്താം. ഞങ്ങളും വരാം. നിങ്ങൾ വരുമോ വരാതിരിക്കുക, അതല്ല എന്റെ പ്രശ്നം. ഇന്ന് ഞാൻ അവർക്ക് കൊടുത്ത വാക്കാ. ഇന്നത്തേക്ക് അതൊന്ന് മാറ്റി വയ്ക്കേ. ഞാനും വന്ന് സോറി പറയാം അവരോട്. ഞാൻ പറയുന്ന അനുസരിക്കാൻ ഇവിടെ സമ്മതിക്കില്ലല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. വേണു, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കാതെ. വാശി പിടിക്കണം ഞാനോ നന്ദേട്ടനോ? ഇവിടെ ഇത്ര ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാതിരി സൂട്ട് കോട്ടിട്ടറില്ലെന്ന് മാത്രം. സാധാരണക്കാരാ. വന്നേ പോവാം. നന്ദ സമ്മതിക്കാണ്ട് ഞാനിങ്ങനെ വരുമോ? എടീ, എന്റെ ഭാര്യ കൊണ്ടുപോകാൻ എനിക്കാരുടെ സമ്മതമൊന്നും വേണ്ട. എന്താ വേണു ഇത്? നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ നന്ദേട്ടൻ ഇവിടെ പാർട്ടി നടത്തുന്നത്? ഞങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നു. നന്ദേട്ടൻ വലിയ ആളാണല്ലോ. മറന്നു പോയിട്ടുണ്ടാവും. വിവരെടുത്തിയോ? എടീ, ഞാൻ നിന്നോട് ചോദിക്കുന്നേ, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഓഹോ, എനിക്ക് എന്റെ വാക്കും വലുതാ. നിനക്ക് ഇഷ്ടമുള്ളപ്പോ വരാം. അവിടേക്ക്, എന്റെ വീട്ടിലേക്ക്. വേണു, അവളെ അങ്ങനെ പിണക്കി അയക്കേണ്ടിയിരുന്നില്ല. അഹങ്കാര, ദുരഭിമാനം, കോംപ്ലക്സ്. ഞാൻ പറയുന്നതിനോടൊക്കെ എതിർക്കുക, അത്ര തന്നെ. അവൻ പറയണേലും കാര്യമില്ലേ? ഉണ്ടോ? എന്നാ അവനോട് ഇറങ്ങി പോട്ടെ അവള്. താഴെ വന്നവരോടൊക്കെ ക്ഷമ ചോദിക്കാം ഞാൻ. അവനും ഇപ്പൊ അത് തന്നെയല്ലേ ചെയ്യേണ്ടി വരിക. ചെയ്താൽ എന്താ? അത് നന്ദേട്ടനും ആവാലോ. ഓഹോ, അപ്പൊ ചെയ്യാം. അങ്ങനെ ആവട്ടെ. രണ്ടാളും കല്യാണം കഴിഞ്ഞ് സ്വസ്ഥായാല് എനിക്ക് സമാധാനായിട്ടിരിക്കാം, അല്ല മരിക്കാം എന്ന് കരുതിയതാ. യോഗയില്ല. രാജഗോപാലിന്റെ അവിടെയും ജനാർദ്ദന്റെ അവിടെയും ഹോസ്റ്റലിലും ഒക്കെ അന്വേഷിച്ച് ഞാൻ എവിടെ എത്തിയിട്ടില്ല. ആസ്പത്രിയിൽ ആരൊക്കെ ഉണ്ട്? ആസ്പത്രിയില് നന്ദനും ഗൗരിയും ഉണ്ട്. അത് മാത്രം പോരല്ലോ, ഇങ്ങോട്ട് വന്നിട്ടാവുന്ന ആദ്യം വിചാരിച്ചു. അതും ഇല്ലാന്ന് അറിഞ്ഞപ്പോ ആകെ ബേജാറായിരിക്കാം. ആ, മുമ്പൊക്കെ എത്ര വഴക്കിട്ട് പോയാലും രാത്രി ആവുമ്പോ വീട്ടിലെത്താതിരുന്നിട്ടില്ല. ഇതിപ്പോ രാവിലെ ആയിട്ടും ഇതാ വന്നല്ലോ. പൂവാമ്പാടത്തെ കളപ്പുരയിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അമ്മു ആസ്പത്രിയിലാ. നിന്നെയും കൊണ്ട് ചെല്ലാനാ ഞാൻ വന്നേ. എന്താ പിന്നെ ഇളകി അപസ്മാരം? നീയാ ശേഖരനേര് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ? വിവരം പറഞ്ഞു കഴിഞ്ഞില്ലേ? കുട്ടിയമ്മ പോക്കോട്ടെ. ആസ്പത്രിയിലേക്ക് ചെല്ലാൻ പറഞ്ഞത് കേട്ടില്ലേ? അതും കേട്ടു. പോണല്ലേ? ഇല്ല. അവിടെ അവളുടെ നന്ദൻ ഉണ്ടാവുമല്ലോ. നീ ഇങ്ങനെ ആയാൽ എങ്ങനെയാ വേണു? കഷ്ടമാ. ആവശ്യമില്ലാത്തടത്തേക്ക് കയറി ചെല്ലാതിരിക്കാനുള്ള വിവരമൊക്കെ എനിക്ക് അയച്ചാ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ആവശ്യമില്ലാത്ത ഇടമോ ഉള്ള ഇടമോ എന്നൊക്കെ പറയാൻ എനിക്കിപ്പോ അധികാരമില്ലല്ലോ. നീ വലുതായി പോയില്ലേ? അമ്മു ആശുപത്രിയിലാണെന്ന് കേട്ടിട്ടും എന്താ പോവാഞ്ഞേ? ആശുപത്രിയിലാവാൻ കാരണം ഞാനല്ല. ചിലപ്പോ ആണെങ്കിലോ? ഉപദേശിക്കാനുള്ള യോഗ്യതയോ അർഹതയൊന്നും എനിക്കില്ല. ഒരു കാര്യം പറയണം തോന്നുന്നു. ഭാര്യമാര് തെറ്റ് ചെയ്യുമ്പോ ഗുണദോഷിക്കാം, ശിക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറരുത്. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അറിയില്ല. അതന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. അറിവില്ലാത്തോളാം ഞാനെന്ന്. എന്നാലും ഒരു പരിചയക്കാരി മാത്രമാണെന്ന് വെച്ചാലും ആശുപത്രി കിടക്കണമെന്ന് കേട്ട ഒന്ന് പോയി കാണില്ലേ? വെറുതെ എങ്കിലും. നോക്കാനവിടെ ആളുകളുണ്ട് ഇഷ്ടം പോലെ. അവരൊന്നും ഈ ആളാവില്ലല്ലോ. ഈ ആൾക്ക് ഈ ആള് തന്നെ വേണ്ടേ? എന്തിനാ വേണോട്ട് എന്നോട് പിണങ്ങിപ്പോയത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ഇറങ്ങിപ്പോയ ഉടനെ ഇവിടെ തലചുറ്റി വീണു. അപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി വേണോട്ടും വിളിച്ച എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം. ഇപ്പൊന്നും പറയണ്ട, റെസ്റ്റ് എടുക്ക്. നന്ദേട്ടൻ വന്നില്ലേ? ഡോക്ടറെ അടുത്ത് പോയിരിക്കേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറയണേ? നന്ദ, അത് ഡോക്ടർ ഇപ്പൊ എന്നോട് സംസാരിച്ചു. അമ്മു ഗർഭിണിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ പ്രഗ്നൻസി അഡ്വൈസ് ചെയ്യില്ല. ഫിസിക്കലി വീക്കാണ് ആ കുട്ടി. പിന്നെ മെഡിക്കേഷൻ MTP ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക.
യു മീൻ അബോർഷൻ? യെസ്. അമ്മുന്റെ ആരോഗ്യത്തിന് അത് പ്രശ്നമാവുമെങ്കിൽ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്ത് പറയുന്നു? അമ്മ എന്ത് പറഞ്ഞു? സമ്മതിക്കില്ല ഞാൻ. നന്ദ, പറഞ്ഞില്ലേ ഇത്രയും നേരം? ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടല്ലേ മോളെ? ഡോക്ടറല്ല, ആരും പറഞ്ഞില്ലേ സമ്മതിക്കില്ല. ഗൗരിയടുത്തമ്മയ്ക്ക് അറിയില്ലേ 4 പെണ്ണ് 3 ആണ് ഉണ്ടാവുന്ന കൈനോട്ടക്കാരി പറഞ്ഞത്. എന്നിട്ട് ആദ്യത്തെ തന്നെ കൊല്ലുക. ഡോക്ടർ പറയുമ്പോ എന്താ അമ്മ ചെയ്യാ? ഡോക്ടർ പറഞ്ഞിട്ടല്ല, എനിക്കറിയാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ അസൂയ. നിനക്കെന്താ അമ്മു പറഞ്ഞാ മനസ്സിലാവാത്തത്? പറഞ്ഞ മനസ്സിലവിടൊക്കെ ഉണ്ട്. വേണ്ടൂട്ടാ, സമ്മതിക്കരുത്. നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കരുത്. സമ്മതിക്കാൻ വേണ്ട. അമ്മൂന് സമ്മതമല്ലെങ്കിൽ സമ്മതമല്ല. അങ്ങനെയെന്ന് വെച്ചാ എന്താ വേണു നീ വിവരക്കേട് പറയണേ? അവളുടെ ഹെൽത്തിന്റെ കാര്യല്ലേ? നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു വെച്ചിട്ടല്ല അമ്മു. എനിക്കൊന്നും ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ കൊന്നാലോ എനിക്കെന്തെങ്കിലും